ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളിവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു ചെറിയൊരു വ്ളോഗാട്ടെ. കുറച്ച് ദിവസമായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിലും ഇനിയും ഞാൻ ഇടാണ്ടെന്നാൽ നിങ്ങളോട് എന്നെ മറന്നു പോവും. അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, കുത്തിയിരുന്നിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ഇത്. അപ്പോൾ ഇൻട്രോയിൽ കാണിച്ച പോലെ തന്നെ തലേ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഈ ഒരു ക്ലിപ്പ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പോർഷൻ ഞാൻ എടുത്തു വെച്ചതാ. നേരെ പിറ്റേ ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, തലേ ദിവസം കുറച്ചൊന്ന് വെയിൽ കുറഞ്ഞതിന് അതിലും കൂടുതലായിട്ട് പിറ്റേ ദിവസം അങ്ങ് വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ, സഹിച്ചല്ലേ പറ്റൂ. ഇന്ന് പക്ഷേ നിങ്ങളുണ്ടല്ലോ, അധികം നേരം നമുക്ക് പ്രകൃതി ഒന്നും നോക്കിയിരിക്കാൻ പറ്റൂല. കാരണം കുറച്ച് കൂടുതൽ പണികളുള്ള ദിവസമായിട്ടാ. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരെ കിച്ചണിലേക്ക് വിടാം. എന്നിട്ട് ഇന്ന് നാസ്ത പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ചിരട്ടിപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചിരട്ടിപ്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ചിരട്ടിയിൽ ഉണ്ടാക്കുന്ന പുട്ട് എന്നാണ്. ഇതിപ്പോൾ സ്റ്റീലിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റീലില്ല. മറ്റേ കുറ്റി ഉണ്ടല്ലോ, നമ്മൾ പുട്ടും കുറ്റി, അതിൻ്റെ ചില്ല് കാണാനില്ല കേട്ടോ. കുറച്ച് ദിവസമായി കാണാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുട്ട് തിന്നണമെന്ന് പൂതിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരട്ടി വെച്ചിട്ട് ചെയ്യും. ഞാൻ ഈ ഷോർട്സിൽ കാണിച്ചുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്നൊക്കെ. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു പരിപാടിയുള്ളൂ. നമ്മൾ ചിരട്ടീൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഒരു ഓട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് എന്ന് വെച്ചാൽ പുട്ട് ഏത് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ രീതിക്ക് അങ്ങ് നിറച്ച് കൊടുക്കുക. ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിലങ്ങ് ഊരിക്കളയട്ട. എന്നിട്ട് ഓരോ ചിരട്ടയിലും നിറക്കും തോറും നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കട്ടെ. അതിൽ കുക്കറിൻ്റെ ആവിമേൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ എനിക്ക് പുട്ട് തിന്നണമെന്ന് തോന്നുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ആക്കി എടുക്കല പതിവ്. അല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും പുട്ടുണ്ടാക്കി തിന്നുന്ന ആൾക്കാരല്ല കേട്ടോ നമ്മൾ. പുട്ടിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുണ്ടല്ലോ, ഞാൻ തലേ ദിവസം തന്നെ ചെറുപയർ കറി ആക്കി വെച്ചിനേനും. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ, നേരെ ചായക്ക് വെള്ളം വെക്കും. എന്നിട്ട് പാലൊക്കെ ഒഴിച്ച് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്തിട്ട് ഇട്ട് വെക്കും. ഒന്നിക്കൽ അവിടെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ ചായ ആക്കി വെക്കും കേട്ടോ. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചായ ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ അനക്കുള്ള ചായ എടുക്കണം. ഇത് അനക്കുള്ള ചായ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇപ്പം 3-4 ദിവസമായിട്ട് ഒരു എക്സാം ഉണ്ട് കേട്ടോ. എക്സാം കഴിഞ്ഞ്, പക്ഷേങ്കിൽ ആ ദിവസത്തെ ഞാൻ പറയുന്നത് ഒരു 3-4 ദിവസമായിട്ട് 4 എക്സാമായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു 3-ാമത്തെ ദിവസമായിട്ടാ. അപ്പോൾ എൻ്റെ ഏകദേശം നാസ്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ തായ്ക്കൊക്കെ ഷോപ്പിലേക്ക് പോകുമ്പം തന്നിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പം മറിയൂന് പ്ലേ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അന്ന് പോകണ്ടെന്ന് തോന്നട്ടെ, മറിയൂന് പ്ലേ സ്കൂളിലേക്ക് തായ്ക്കൊക്കെ മാത്രം പോയാൽ മതിയെന്ന് തോന്നും. അപ്പോൾ ഞാൻ എൻ്റെ ചായയും എടുത്തിട്ട് നേരെ എക്സാം എഴുതാൻ പോയിട്ടിരിക്കും കേട്ടോ. ഓൺലൈനായിട്ട് എഴുതുന്നത്. അപ്പോൾ ഏകദേശം സലാലയിൽ ഒരു 8:30 മണിക്കാട്ടെ ഉണ്ടാവുക. നാട്ടിൽ 10 മണിക്കും. അതേസമയം സലാലയിൽ ഒരു 8:30 മണി സമയത്താണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് തൈക്കകളുടെ നാസ്തയും അതുപോലെ തന്നെ ചായയും എല്ലാം ആക്കി വെക്കണം കേട്ടോ. ചില ദിവസം ഞാൻ പാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് എക്സാമിന് ഇരിക്കും, ടൈം ഇല്ലെങ്കിൽ. അപ്പോൾ തായ്ക്ക് അത് ഉണ്ടാക്കിയിട്ട് കുടിച്ചോളും. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ട് എൻ്റെ ചായ എടുത്തിട്ട് നേരെ എക്സാം എഴുതാൻ പോകുന്ന കേട്ടോ. ഞാനൊരു 10 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഇതോടെ അവസാനിക്കാൻ പോകുന്ന. ഇനി ഒരു എക്സാം മാത്രം കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിനോട് വിട പറയാം, ഈ ഒരു കോഴ്സിനോട് വിട പറയാം കേട്ടോ. എന്നിട്ട് അടുത്ത മാസം ഒരു എക്സാമും കൂടിയുണ്ട്. അതൊരു വേറൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ എക്സാമൊക്കെ അവസാനിക്കും. എന്നിട്ടുണ്ടല്ലോ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ക്ലിപ്പ് ആഡ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് മഴ ഇന്നില്ല കേട്ടോ. ഇന്നലെ മഴ പെയ്തത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ടുണ്ടല്ലോ, ഇതൊരു വെള്ളിയാഴ്ച ദിവസം നേരെ പോയിട്ട് നമുക്കൊരു ഈസി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ബീഫ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അത്യാധികം സാധനങ്ങളൊന്നും ഇല്ല. ഒരു 3-4 ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു ഉള്ളി, വെളുത്തുള്ളിൻ്റെ ഒരു പീസല്ല, ഒരു മൊത്തമായിട്ടൊരു ഒന്നുണ്ടാവുമല്ലോ, ഒരു വെളുത്തുള്ളിൻ്റെത് അല്ലി അല്ലാണ്ട് അങ്ങനെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ ഇതുവരെ എൻ്റെ ഒരു വ്ളോഗിലും ഞാൻ പഠിക്കുന്നതോ എക്സാം എഴുതുന്നതോ അങ്ങനെ ഒരു വീഡിയോയും കാണിച്ചിരുന്നില്ല. കാരണം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേങ്കിൽ എൻ്റെ ചില വീഡിയോസിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഷോർട്സ് വീഡിയോസിൻ്റെ ഇടയ്ക്ക് തമാശക്കാണോ എന്നറിയില്ല, എങ്ങനെയായാലും വരുന്ന കമൻസ്, ചില കമൻസ് ആട്ടോ, ചില ആൾക്കാരിടുന്ന കമൻസാണ് വീട്ടിൽ പണിയെടുക്കാനൊക്കെ ആൾക്കാരുണ്ടാകുമ്പം പിന്നെ വീഡിയോസൊന്നും ഇടുന്നതിന് സാരയില്ലല്ലോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ
വീഡിയോസ് ഇടുന്നത്, എത്ര സമയമില്ലാത്ത നേരത്തും വീഡിയോസ് ഇടുന്നത് എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ടാണ്. അത് മാത്രം വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നില്ല. വെറും ഷോർട്സ് വീഡിയോസ് മാത്രം ഞാൻ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഉണ്ടാക്കുമ്പോൾ മാത്രം ഇടുന്നതാണ്. അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പണിയെടുക്കാനൊന്നും ആരുമില്ല. എൻ്റെ ഫാമിലിയൊക്കെ നാട്ടിൽ തന്നെയാണ് ഉള്ളത്. ഞാനും ഹസ്ബൻഡും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ മാത്രം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിലുണ്ടല്ലോ, നമ്മൾ എങ്ങനെ വേണമെങ്കിലും സമയം കണ്ടെത്തും. അപ്പോൾ ഇങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് വന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ ചില കമൻസൊക്കെ ഞാൻ വരുമ്പോണ്ടല്ലോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താളും കേട്ടോ. ഞാൻ വിചാരിക്കും എന്താ ഇവരിങ്ങനെ പറയുന്നത്, അപ്പം ബാക്കിയുള്ളവരും അത് ഒത്തുപിടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഡിലീറ്റ് ആയി കളയും കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് ബിരിയാണിയിലേക്ക് വരാം കേട്ടോ. അത്ര സമയമുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ നമ്മൾ നല്ലോണം കഴുകി മാറ്റി വെച്ച ബീഫും അതുപോലെ തന്നെ ഉപ്പും മല്ലിയില പുതിനയില കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാല കുറച്ച് മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാ ബിരിയാണിക്ക് നിങ്ങൾ ഏതൊക്കെ മസാലയാണ് ചേർക്കുന്നത് അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, നല്ലോണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്മിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. എല്ലാം ഇതിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. എന്നിട്ട് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കാനുണ്ടല്ലോ, ഒരു 5-6 വിസിലിനുള്ളിൽ നമുക്ക് ബീഫ് വെന്ത് കിട്ടും. ബീഫിൻ്റെ വേവ് പോലെ ഇരിക്കും കേട്ടോ നമ്മളെ വിസിൽ വരുന്നതൊക്കെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കൽ. ഒരു 2-3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 വിസിലും കൂടി അടുപ്പിച്ചെടുക്കും. അപ്പം നമുക്ക് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ റൈസിനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം തന്നെ ഓയിലും ഗീയും മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കിസ്മിസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ ചേർത്തിനില്ല, കാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് കാഷ്യൂ ചേർത്തിനില്ലേനും ഞാൻ. പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും ക്യാരറ്റും അതുപോലെ തന്നെ മല്ലി കറിവേപ്പില അതൊക്കെ ചേർത്തിട്ട് ഒന്ന് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട്, വെള്ളം എന്ന് വെച്ചാൽ ഞാൻ ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളം ഒഴിച്ചത്. ഒരു കപ്പ് അരി എന്ന് വെച്ചാൽ ബസ്മതി റൈസ് ആട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.25 കപ്പ് അരിയോളം വെള്ളത്തോളം വരും. കാരണം ഞാൻ ഒട്ടും പോർത്തി വെക്കും ഒന്നും ചെയ്യാത്ത അരിയാട്ടോ ഇത്. അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നമ്മളെ റൈസും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മളെ ബീഫും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ബീഫ് വേവിച്ചെടുത്താലുണ്ടല്ലോ നമുക്ക് ആ മസാലയ്ക്ക് കറക്റ്റായിട്ടുള്ള ഗ്രേവി ആയിരിക്കും അതിലുള്ളത്. അപ്പോൾ ഞാൻ ബീഫിൻ്റെ വിസിലൊക്കെ മാറ്റിയെടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ഗ്രേവിയും നല്ലോണം കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ദമ്മിട്ട് എടുക്കുക, അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലും ദമ്മിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൂടി തൈര് ഇല്ലേനും അപ്പോൾ തൈര് ചേർത്തില്ല ഞാൻ. പിന്നെ കുറച്ച് ലെമണാണ് ചേർത്തത്. ലെമൺ എൻ്റെ കൂടി മറന്നു പോയിട്ട് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ മസാലയിലേക്ക് പിഴിഞ്ഞ് കൊടുത്തതാണ്. ഞാൻ ആ റൈസ് വെച്ച് പിന്നെ പാത്രത്തിൽ തന്നെ റൈസ് ഒഴിവാക്കിയിട്ട് അതിൽ വീണ്ടും ദമ്മിടുക ചെയ്തത്. പിന്നെ ബീഫ് ബിരിയാണി ദമ്മിടുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. സാധാ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബീഫ് ബിരിയാണീൻ്റെ ഈ ഒരു മെത്തേഡ് മാത്രം കാണിച്ചു തന്നതെന്നുള്ളൂ കേട്ടോ. റെസിപ്പിയൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം എൻ്റെ ഷോർട്സിലൊക്കെ കറക്റ്റ് ബീഫ് ബിരിയാണീൻ്റെയും ഷോർട്സ് വീഡിയോസിലും അതുപോലെ തന്നെ ലോങ് വീഡിയോസിലൊക്കെ ബീഫ് ബിരിയാണീൻ്റെയൊക്കെ കറക്റ്റ് റെസിപ്പി ഉണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണിയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. തൈക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇനി ചോറ് വഹിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ തൈര് മറന്നു പോയതുകൊണ്ട് തൈരില്ല, അതിന് പകരം ഞാൻ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് സാലഡ് ആക്കി എടുക്കുമല്ലോ, അങ്ങനെ സിമ്പിളായിട്ടൊരു സാലഡ് ആക്കി എടുത്തിന്. പിന്നെ ലെമണൊക്കെ ഒഴിച്ചിട്ട് ഒരു സാലഡും അതുപോലെ തന്നെ അച്ചാറും കേട്ടോ. സാധാരണ ഞാൻ ചമ്മന്തി പൊടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തീരെ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി ഒന്നും പൊടിച്ചിട്ടില്ല. പിന്നെ സലാഡ് മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ തിന്നുക ചെയ്തത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പണികൾ ഉണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 1:30 മണി 2 മണി ആവാറായി. ചോറൊക്കെ തിന്നതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എക്സാം എഴുതിയ റൂമുണ്ടല്ലോ, അത് തന്നെയാട്ടാ. ആ റൂമിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നേരെ തല കുത്തി മറിഞ്ഞൊരു രീതിക്കാണ് ഉള്ളത്. രാവിലെ നല്ല ക്ലീനായിട്ട് കിടന്ന റൂമാണ്, പക്ഷേ അതേ റൂം ഒരു ഉച്ച കഴിയുമ്പോൾക്കുണ്ടല്ലോ നേരെ തിരിച്ചാട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം, ഒന്ന് അടിച്ചു വാരി എടുക്കണം, അതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. നാളെ ഇതേ രൂപത്തിലാകും, എന്നാലും മൊത്തം ഒന്ന് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
മൊത്തം ഒന്ന് ഓടി നടന്ന് പെറുക്കിയെടുക്കണം കേട്ടോ. അത് വലിയൊരു പണിയാണ്. എന്നിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ട് മടക്കി വെക്കാൻ ഞാനൊരു സൈഡിൽ കൊണ്ടിട്ടതാണ്. പക്ഷേങ്കിൽ അത് കിടക്കാൻ മൊത്തം നിറഞ്ഞൊരവസ്ഥയിനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് നോക്കി ഓരോരോ ഭാഗത്തേക്ക് മാറ്റിയിട്ട് അത് മൊത്തം ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മടക്കാണ്ട് വീണ്ടും ഇത് ഇവിടെ തന്നെ ഇട്ടാലുണ്ടല്ലോ, നാളെ ഇത് മൊത്തം നിലത്തായിരിക്കും, മറ്റന്നാൾ മൊത്തം ഇത് ഹോളിലായിരിക്കും. അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മടക്കിയെടുക്കാം. പിന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെറുക്കി വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആ നില തന്നെ ഇട്ടിട്ട് നമ്മൾ ഒന്നും അടിച്ചു വാരി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തുടച്ചെടുക്കുമ്പോൾ നല്ല സമാധാനമായിരിക്കും. പക്ഷേ അതിൽ നേരെ പിറ്റേ ദിവസം ആ സമാധാനം വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് പോകുന്ന വേറൊന്നുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനും. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വരാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അന്ന് നടന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം തിരിച്ചു വന്നിന് കേട്ടോ. അപ്പോൾ ഞാൻ ചില കമൻസിനുള്ള മറുപടി മാത്രം കേട്ടോ, എല്ലാ കമൻസിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. അന്ന് ഇതുവരെ നല്ല സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് മുതൽ ഇപ്പം വരെ കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ 1-2 കമൻസൊക്കെ വരും കേട്ടോ. അപ്പം ഞാനതൊക്കെ ഡിലീറ്റ് ആയി കളയും, വേറൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. നമുക്ക് ഞാൻ മൊത്തത്തിലായിട്ട് വീഡിയോസ് കാണിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ 29K ഫാമിലീസ് ആയിക്കൊണ്ട് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും എത്തൂല. കാരണം ഇത്ര വലിയ ഫാമിലിയൊന്നും എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. കാരണം കമൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ തന്നെ നോട്ടിഫിക്കേഷനൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടാവല്ലോ, അവരിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തിക്കാനെങ്കിലും സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും അങ്ങ് ചെയ്തേക്കാം. വെറും ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ചില സബ്സ്ക്രൈബേഴ്സിനുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കമൻസും ഒരു ലൈക്കും ചെയ്യുന്നുണ്ട് ഇത് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരിലേക്ക് ഇതെത്താൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ഒരാളായി കാണുന്നതെങ്കിലുണ്ടല്ലോ, എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു കേട്ടോ, അതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം പോയിട്ട് റൂമിൽ പോയിട്ട് ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി ഉണ്ടല്ലോ, അത് വീണ്ടും കഴിച്ചിട്ട് വേഗം പോയിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിനില്ല. എന്തായാലും ഒരു വീഡിയോ കൂടി എടുത്തു വെച്ചതുണ്ട്, അതെങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഇടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് മടിയൊന്നും വരല്ലേ എന്ന് മാത്രമേ ഉള്ളൊരു പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.